ദൈവത്തിന് സ്തുതി. എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്ന് ക്രിസ്തുമസ് ദിനം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്തുമസ് ആശംസിക്കുന്നു. തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യം SES യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ക്രിസ്തുമസ് കാലയളവിൽ, ഈ നോമ്പ് കാലങ്ങളിൽ 25 ദിവസവും യൂലിറ്റായി 24 എന്ന പേരിൽ ചെറിയ ധ്യാനങ്ങൾ നമുക്ക് പങ്കിടുവാൻ സാധിച്ചു. പിന്നിൽ പ്രവർത്തിച്ച, ധ്യാനം പങ്കിട്ട, നേതൃത്വം നൽകിയ എല്ലാ സ്നേഹിതരെയും അഭിനന്ദിക്കുന്നു. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഒരു ചെറിയ ധ്യാനം പങ്കിടട്ടെ. ഇന്ന് നാം ക്രിസ്തുമസ് സന്തോഷം പങ്കിടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രൈസ്റ്റ് മിസ് ആണോ അതോ ക്രിസ്മസ് ആയി തീരുന്നുണ്ടോ എന്ന ചിന്ത നമ്മെ ഭരിക്കണം. ഒരു ചെറു കഥ കേട്ടിട്ടുണ്ട്. ഒരു ക്രിസ്തുമസിന് ഒരിടത്ത് പുൽക്കൂട് ഒരുക്കുകയാണ്. മാലാഖമാരെ വെച്ചു, ഇടയന്മാരെ ക്രമീകരിച്ചു, വിദ്വാൻമാർ റെഡി, മറിയവും ജോസഫും റെഡിയാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, ഉണ്ണിയേശു ഇല്ല. ഉണ്ണിയേശുവിൻ്റെ രൂപം തറയിൽ വീണ് ഉടഞ്ഞുപോയി. ക്രമീകരിച്ചുകൊണ്ട് നിന്നാൾ പറഞ്ഞു, സാരമില്ല, ആരും സൂക്ഷ്മമായി ഒന്നും നോക്കാൻ പോകുന്നില്ല. യേശു ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. യേശു ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. ഒരു നിമിഷം ശാന്തമായി നമുക്ക് ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ ആഘോഷങ്ങളിൽ, അനുദിന ജീവിതയാത്രയിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എവിടെയാണ്? ക്രൈസ്റ്റ് സെൻറ്റേർഡായി തീരണം. അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായി തീരുവാൻ ഇടയാകണം. ക്രിസ്തു ജനനത്തിൽ ലൂക്കോസ് സുവിശേഷകൻ 2-ാം അധ്യായത്തിൽ ഇടയന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായി സുവിശേഷകൻ 2-ാം അധ്യായത്തിൽ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ കാഴ്ചയർപ്പിച്ചതിനെ പറ്റിയും പരാമർശിക്കുന്നു. 2 സംഭവങ്ങളിലും സാമ്യമുള്ള ഒരു ധ്യാനമുണ്ട്. ഇടയന്മാർ സദാസമയവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ജാഗ്രതയുള്ളവരാണ്. വിദ്വാൻമാർ നക്ഷത്രത്തെ നിരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരായവരാണ്. ഇവർ തങ്ങളുടെ ചുമതലാ മേഖലകളിൽ ഉത്തരവാദിത്ത ബോധ്യമുള്ളവരാണ്. മാത്രമല്ല, അവർ കേട്ടതിനെ അല്ലെങ്കിൽ കണ്ടതിനെ അനുഭവമാക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. ക്രിസ്തുവിനെ കേട്ടറിയുക മാത്രമല്ല, അനുഭവമാക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് സാധ്യമാകുന്നത്. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ അനുഭവമായി തീരണം. വിദ്വാൻമാർ മടങ്ങിപ്പോയതിനെ പറ്റി മത്തായി സുവിശേഷകൻ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ക്രിസ്തുമസ് കാലയളവിലൂടെ ഒരു പുതുവർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇതൊരു ധ്യാനമായി നമുക്ക് സ്വീകരിക്കാം. ഒരു പുതുവഴി, ഒരു റിന്യൂവൽ, ഒരു പുതുവഴിയിലൂടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 3 ചിന്തകളാണ് ഇന്ന് പങ്കിട്ടത്. 1, ജീവിതയാത്ര ക്രൈസ്റ്റ് സെൻറ്റേർഡായി, അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായി തീരണം. 2, ക്രിസ്തു അനുഭവമായി തീരണം, കേവലം കേട്ടറിവ് മാത്രമാകരുത്. 3, ഒരു റിന്യൂവൽ, ഒരു പുതുക്കം പ്രാപിച്ച് പുതുവഴിയിലൂടെ പോകുവാനായിട്ട് സാധിക്കണം. അതിന് ഈ നാളുകളിൽ ഇടയാകട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്തുമസും അനുഗ്രഹകരമായ പുതുവർഷവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.